താഴ്ന്ന ജാതിക്കാരെ കയറ്റാത്ത അമ്പലങ്ങളുണ്ട്. കേരളത്തിൽ ഏത് അമ്പലമാണ് താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? താങ്കൾ അതിന്റെ സോഴ്സും കൂടെ ഒന്ന് എടുത്തുകിട്ട് പറയേണ്ടതാണ്, അല്ലാതെ വായി വരുന്നത് വിളിച്ചു പറയാതിരിക്കുക. ഹിന്ദു ക്ഷേത്രങ്ങൾ സർക്കാരുകൾ ഭരിക്കേണ്ടതില്ല. ശരി, അപ്പൊ ആര് ഭരിക്കണം? ഒന്നെങ്കിൽ ഉന്നത കുലര് ഭരിക്കണം, അല്ലെങ്കിൽ BJP-കാര് ഭരിക്കണം. ഇനി BJP-കാരെ ആശയം എന്താണ്? മനുസ്മൃതി എന്ന് പറയുന്ന പുസ്തകത്തിൽ RSS-കാർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? RSS രൂപീകരിക്കുന്നത് 1925-ലാണ്. മനുസ്മൃതി എഴുതിയത് 2000 വർഷങ്ങൾക്ക് മുന്നേയാണ്. അപ്പോഴെങ്ങനെയാണ് RSS എന്ന് പറയുന്ന ഒരു സംഘടന ഈ മനുസ്മൃതി എഴുതുന്നത്? ഈ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഈ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ഇല്ലെങ്കിൽ ChatGPT-യിലോ ഒക്കെ പോയി ചോദിച്ചിട്ട് വേണം, ഇല്ലെങ്കിൽ ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചിട്ട് വേണം ഈ വീഡിയോ ചെയ്യാൻ. അല്ലാതെ നമ്മുടെ മനസ്സിലുള്ളിലിരിപ്പും ഇല്ലെങ്കിൽ മനസ്സിനുള്ളിൽ തോന്നലും ഒക്കെ വെച്ച് വീഡിയോ ചെയ്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. കോടാനുകോടി രൂപയുടെ ക്ഷേത്ര വരുമാനം ഒരു കൂട്ടം ആളുകളിലേക്ക് മാത്രം, ജാതിപരമായിട്ടും വർഗപരമായിട്ടും വർണ്ണപരമായിട്ടും അതുപോലെ തന്നെ മതപരമായിട്ടും ഒരു കൂട്ടം ആളുകളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ മുസ്ലിം, ക്രിസ്ത്യൻ എന്നീ ഈ ജാതിക്കാർ രണ്ടും ഈ ഇന്ത്യയിൽ അപകടമെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം അവര് പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ സർക്കാരിന് വേണ്ടി കൊടുക്കുന്നില്ലല്ലോ, അല്ലേ? ക്ഷേത്ര വരുമാനം ഗവൺമെന്റിലേക്കോ സർക്കാരിലേക്കോ പോയില്ലെങ്കിൽ നമ്മളെല്ലാം ഇവിടെ അടിമകളായിട്ട് ജീവിക്കേണ്ട ഒരു ഇനി നൂറ്റാണ്ടുകൾ. അപ്പോൾ മുസ്ലിമും ക്രിസ്ത്യനും ഇവിടെ അവരുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവര് സർക്കാരിന് കൊടുക്കണ്ട, ഹിന്ദുക്കൾ മാത്രം കൊടുത്താൽ മതി, അല്ലേ? എല്ലാവരെയും ഒരേപോലെ കാണണം, എല്ലാ വ്യവസ്ഥകളും ഒരേപോലെ കാണണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതെന്തുകൊണ്ട് പറയുന്നില്ല? ഇപ്പൊ ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിമും ക്രിസ്ത്യനും കൂടെ കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി? അപ്പോൾ നമുക്ക് ക്രിസ്ത്യൻ ബോർഡും മുസ്ലിം ബോർഡും രൂപീകരിക്കാം. മനുസ്മൃതി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇവിടെ എത്ര ഹിന്ദുക്കളുടെ വീട്ടിൽ മനുസ്മൃതി എന്നൊരു ബുക്ക് ഇരിപ്പുണ്ട്. മിക്ക ആൾക്കാരുടെയും വീട്ടിൽ ഭഗവത്ഗീത, ഭാഗവതം ഇല്ലെങ്കിൽ ജ്ഞാനപ്പാന അതേപോലത്തെ ബുക്കുകളെ കാണാൻ സാധിക്കും. ഒരിക്കലും മനുസ്മൃതി കാണാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ താങ്കൾ തന്നെ ഈ പുറത്തോട്ടിറങ്ങി ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ മനുസ്മൃതി ഉണ്ടോ, മനുസ്മൃതിയിൽ ഒരു ലൈൻ പറയുവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും എന്റെ വീട്ടിൽ മനുസ്മൃതി ഇല്ല, മഹാഭാരതവും ഭാഗവതവും ഇല്ലെങ്കിൽ ഈ ഭഗവത്ഗീതയൊക്കെ ഉള്ളൂ എന്ന് മാത്രമേ ഈ ആൾക്കാർ പറയാറുള്ളൂ. അതുമാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ഹിന്ദുക്കളുടെ കൈ കാണും ഒരു മനുസ്മൃതിയുടെ ഒരു കോപ്പി? ഇപ്പൊ ആരും അത് യൂസ് ചെയ്യാറ് പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ള ഇടത്താണ് ഇപ്പോഴും മനുസ്മൃതി ഉണ്ട്. ഇപ്പൊ ഇല്ലെങ്കിൽ ഈ കുത്തിക്കേറ്റുന്ന ഈ ജാതീയ വ്യവസ്ഥ ഇപ്പോഴും അവര് അങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ BJP-കാര് ഭരിക്കണം. ഇനി BJP-കാരെ ആശയം എന്താണ്? 15 വർഷമായിട്ട് ഇവിടെ BJP ഇന്ത്യ ഭരിക്കുന്നുണ്ട്. രാജ്യഭരണം ഇവിടെ തിരിച്ചു വന്നായിരുന്നു. അതോ ഇപ്പൊ എല്ലാരും അടിമയാക്കി വെച്ചേക്കുവാണോ ഈ BJP എന്നൊരു സർക്കാർ? പിന്നെ BJP RSS-നെ വിമർശിക്കണമെങ്കിൽ അവരെ രാഷ്ട്രീയപരമായി വിമർശിക്കുക, അല്ലാതെ ഹിന്ദുക്കളുടെ മെക്കിട്ട് കയറിയും ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും ചോദ്യം ചെയ്തിട്ടല്ല ഈ BJP RSS-നെയൊക്കെ വിമർശിക്കേണ്ടത്. എങ്കിൽ മാറി മാറി ഭരിക്കുന്ന പല പാർട്ടിക്കാരന്മാർക്കും പല ആശയങ്ങളാണ്. ഇപ്പൊ കമ്മ്യൂണിസം എന്നത് പറയുന്നത് ഒരു നിരീശ്വരവാദമാണ്. അവര് ദൈവം ഉണ്ടെന്ന് ഒരിക്കലും സമ്മതിച്ചു തരാനും പോകുന്നില്ല, അവരതിനെ വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് ദേവസ്വം ബോർഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നിയന്ത്രിച്ചാൽ എന്താകുമെന്ന് ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഗണപതി മിത്താണെന്ന് പറയുകയും പിന്നെ കുറച്ച് കഴിഞ്ഞ് മാറ്റി അത് മുത്താണ് എന്ന് പറയുകയും ചെയ്യുന്ന ആൾക്കാരുള്ള ഒരു നാടും കൂടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇവിടെ ഒരു മുസ്ലിം ബോർഡ് എന്ന് പറഞ്ഞ് തുടങ്ങി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ബോർഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇവിടുത്തെ പള്ളികളെല്ലാം സർക്കാർ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻസ് മുസ്ലിങ്ങളും ഇവിടെ അത് അംഗീകരിച്ചു തരുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഹിന്ദുക്കളുടെ അമ്പലം മാത്രമേ ഉള്ളൂ സർക്കാർ ഭരിക്കുന്നതും അതിൽ നിന്ന് കൈയിട്ട് വാരുന്നതും അഴിമതി ചെയ്യുന്നതും. അതാണ് ഇവിടെ ഇപ്പൊ ശബരിമല പോലത്തെ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ പുറത്തു വന്നപ്പോൾ നമുക്കത് മനസ്സിലായതുമാണ്.